ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 46-ാം വാക്യം. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. നഥനയേൽ ഫിലിപ്പോസിനോട് പറയുന്ന കാര്യമാണ്. നഥനയേൽ നമ്മുടെ കർത്താവിനെ നേരിട്ട് കാണുന്നതിന് മുമ്പ്, ഒരു ശിഷ്യനാകുന്നതിന് മുമ്പ്, ഈ യേശുരാനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം, ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുന്നതാണ് നാം അവിടെ കാണുന്നത്. ഫിലിപ്പോസിനോട് പറയുകയാണ്, നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ. അതായത് അവൻ്റെ മനസ്സിൽ കൂറിയിട്ടൊരു വിശ്വാസമാണ്, നസ്രയത്തുകാരെല്ലാം മോശക്കാരാണ്, അതുകൊണ്ട് നസ്രയത്തെ മോശമാണ്, നസ്രയത്തിൽ നിന്നുള്ള ആൾക്കാർ ആർക്കും ഒരു ഉപകാരം ചെയ്യാത്തവരാണ്, പിശുക്കരാണ്, അവർ വളരെ മോശമായ ആൾക്കാരാണ് എന്ന് പറയുക. ഈ ഫിലിപ്പോസ് ബേസീതക്കാരനാണ്. അങ്ങനെ ആ ഫിലിപ്പോസ് യേശുരാനെ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടുന്ന സന്തോഷം തൻ്റെ കൂട്ടുകാരനും നാട്ടുകാരനുമായ ഈ നഥനയേലിനോട് പങ്കുവെക്കുകയാണ്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. യോസഫിൻ്റെ മകനായ നസ്രയത്തുകാരൻ യേശുവാണ് അതെന്ന് പറയുക. നസ്രയത്തുകാരൻ യേശു എന്ന് പറയുമ്പോഴാണ് ഈ നഥനയേൽ പറയുന്നു, അതെങ്ങനെ നസ്രയത്തിൽ നിന്ന് യേശു വരുന്നത്? കാരണം യേശു യവന് പഠിച്ചു വച്ചിരിക്കുന്ന തോറായിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന യേശു ഒരു വിമോചകനാണ്. ഈ അനാഥരുടെയും ആലംബകരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒക്കെ ആശ്വാസദായകനാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. യേശു ഒരു രക്ഷകനായിട്ടാണ്, അതായത് നന്മ ചെയ്യുന്നവനായിട്ടാണ് കാണുന്നത്. ആ യേശു നസ്രയത്തുകാരനാണെന്ന് പറയുമ്പം ഇവന് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല ഈ നഥനയേലിന്. കാരണം നസ്രയത്തുകാരെല്ലാം മോശക്കാരാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നും നന്മ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഉദിച്ചു വരുന്നത്, വളർന്നു വരുന്നത്? യേശു അവിടുന്ന് വരുന്നവനാണെന്ന് ഈ നഥനയേലിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നഥനയേൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമല്ല. നസ്രയത്തുകാർ മോശക്കാരാണെന്ന് അവിടെ പോയി യവനിലും നേരിട്ടൊരു തിക്താനുഭവം ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, നസ്രയത്തുകാരെല്ലാം മോശക്കാരാണ്, അവിടുത്തെ ആൾക്കാർ മോശക്കാരാണ് എന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അവനെ മുൻവിധിയോടുകൂടി പറയുകയാണ്, നസ്രയത്തുകാരെല്ലാം മോശക്കാരാണ്. അപ്പോൾ ഇങ്ങനെ മുൻവിധിയോടുകൂടി ഇങ്ങനെ പറയുമ്പം ഈ ഫിലിപ്പോസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, നീ അങ്ങനെ പറയരുത്, വന്ന് കാണുമീൻ, കമ്മാൻസി, എന്നിട്ട് വേണം മുൻവിധിയോടുകൂടി നീ മറ്റാൾക്കാരെ അങ്ങനൊന്നും പറയാതെ മൊത്തത്തിൽ കാടടച്ച് വെടിവെക്കാതെ അവരെല്ലാവരും മോശക്കാരെന്ന് പറയുന്നത്. ഈ ലോകത്ത് എല്ലാവരും നന്മ ചെയ്യുന്നവരുണ്ട്, ചിലരൊക്കെ ഏത് മോശക്കാരിലും നന്മയുടെ അംശമുണ്ട് എന്നെല്ലാം പറയുന്ന പോലെ ഫിലിപ്പോസ് പറയണം കമ്മാൻസി. അങ്ങനെ ഫിലിപ്പോസിൻ്റെ കൂടെ ഈ നഥനയേൽ യേശുരാനെ കാണാൻ പോവുകയാണ്. ദൂരെ നിന്ന് വരുമ്പോഴേ യേശുരാൻ പറയുന്നുണ്ട്, അവൻ കാപട്യമില്ലാത്തവനാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അതാണ്, കാപട്യമില്ലാത്തവനായതുകൊണ്ടാണ് അവൻ്റെ മനസ്സിനുള്ളത് അവൻ തുറന്നു പറയുന്നത്, നസ്രയത്തുകാരെല്ലാം മോശക്കാരാണ്. അല്ലെ അവനെ മനസ്സിൽ തന്നെ വെച്ചിരുന്നതിനുമായത് അത് തുറന്നു പറയുകയാണ്. എന്നിട്ട് ഈ യേശുരാനോട് ഫിലിപ്പോസ് നഥനയേൽ ചോദിക്കുകയാണ്, നീ എന്നെ എങ്ങനെയാണ് അറിയുന്നത്? യേശുരാൻ പറയുന്നു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ, നീ ഫിലിപ്പോസിനെ കാണുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ, അത്തിയുടെ കീഴിൽ വേദം പഠിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു. അതായത് യേശുരാൻ എന്നോട് താല്പര്യം വരുന്നതിന് ഇതാണ്, യവനൊരു ഒരു സംസ്കാരമാണ്. യഹൂദ പാരമ്പര്യത്തിൽ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ആൽമരത്തിൻ്റെ കീഴിലിരുന്ന് വേദം പഠിക്കുന്ന പോലെ അത്തിയുടെ കീഴിലിരുന്നാണ് ഒരു വേദമൊക്കെ പഠിക്കുന്നത്. അങ്ങനെ വേദ പഠനത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ഈ നഥനയേലിനെ ഈ യേശുരാൻ ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ നിന്നെ കാണാതെ തന്നെ നിന്നെ കണ്ടു എന്ന് യേശുരാൻ പറയുമ്പോൾ ഈ നഥനയേൽ പറയുകയാണ്, ഇവൻ മനസ്സിൽ പറയും, ഇവനെ ഒരു ചില്ലറക്കാരനല്ല. ആ ചെറിയ അവൻ്റെ മനസ്സിനുള്ള ആ കോറിയിട്ട വിശ്വാസം മാറുകയാണ്. അവൻ പറയുക, എന്നിട്ട് അവിടെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്, നീ ഒരു ഗുരുവാണ്, നീ ദൈവപുത്രനാണ്, നീ മശിഹ രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറയുന്നുണ്ട്. അപ്പം 3 പ്രഖ്യാപനം. നീ ഗുരുവാണ്, അത് ആത്മീയ റിലീജിയസ് ടീച്ചറാണ്, നീ വേദം പഠിപ്പിക്കുന്നവനാണ്, അതുപോലെ വിശ്വാസം പഠിപ്പിക്കുന്നവനാണ്. എന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണ്, നീ ലോകത്തെ മൊത്തം സൃഷ്ടിച്ചവനാണ്. എന്നിട്ട് 3ാമത് പറയുകയാണ്, ഈ ഒരു രാജാവാണ്, പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്ടറാണ്, ഈ ലോകത്തെ മൊത്തം സംരക്ഷിക്കുന്നവനാണ്. അപ്പം ഇവിടെ ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെ നടത്തുകയാണ്. അതായത് ഈ പറച്ചിലൂടെ
അവൻ പറയാതെ പറയുകയാണ്, ആ നസ്രത്തിൽ നിന്ന് നന്മ വരും. അവൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അവന് അതായത് തിരുത്തി കുറിക്കുകയാണ്. വിശ്വാസം കോൺക്രീറ്റ് ആയിട്ട്, അത് വിശ്വാസം ഒരു കോറിയിട്ട ഒരു വിശ്വാസമാണ് നസ്രത്തുകാരൻ മോശമാണ് എന്നുള്ളത്. അവൻ അവിടെ അത് തിരുത്തി കുറിക്കുകയാണ് നേരിൽ കണ്ടപ്പോൾ. അതിനെ കേട്ടറിവിനെക്കാട്ടിൽ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മളിൽ ഒരാളിൽ നന്മയുണ്ടോ മോശമാണോ എന്നൊക്കെ അറിയുന്നത്. അപ്പം ഇവിടെ അവൻ അനുഭവിച്ചറിയുകയാണ് യേശുമ്പുരാൻ നന്മ ചെയ്യുന്നവരാണ്, അത് നസ്രത്തിൽ നിന്നുള്ളവർ. അപ്പം നസ്രത്തുകാർക്കും നന്മ ചെയ്യാമെന്നുള്ളതായി അതുവരെയുള്ള വിശ്വാസം അവൻ മാറ്റിക്കുറിക്കുകയാണ്. ഈ നഥനയേൽ പിന്നെ കർത്താവിൻ്റെ ശിഷ്യനാവുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ ഈ നഥനയേൽ എന്നൊരു പേര് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അവിടെ അപ്പൻ്റെ പേരിലാണ് ഈ നഥനയേൽ അറിയപ്പെടുന്നത്. തോളമിയുടെ മകനായിട്ട് അറിയപ്പെടുന്നത് ബർത്തൽമായി. ബെറെന്ന് പറഞ്ഞാൽ സൺ ഓഫ് ടോളമി, അതാണ് ബർത്തൽമായി. ബർത്തൽമായി എന്ന് പറഞ്ഞാൽ ടോളമിയുടെ മകൻ, അതാണ്. അപ്പം അവിടെ നഥനയേൽ നല്ല പേര് കാണുന്നത്. ടോളമിയുടെ മകനല്ലയോ ഇങ്ങനെ പറയുന്ന പോലെ ടോളമിയുടെ മകൻ, അല്ലെങ്കിൽ ബെറിയോന ഷിമോൻ. ബെറിയോന എന്ന് പറഞ്ഞാൽ സൺ ഓഫ് യോനയുടെ മകനാണ്, അതായത് അതാണ് ഷിമയോൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയാമായിരിക്കും, പക്ഷെ നമ്മുടെ പേരറിയത്തില്ല. അപ്പോൾ പറയും ശൗമേലിൻ്റെ മോനാണത്, അല്ലെങ്കിൽ പറയും തങ്കമ്മയുടെയും ബേബിയുടെയും മകളാണ് അവൾ. ഇങ്ങനെ പറയുന്ന പോലെ പറയുകയാണ് ഈ തോളമിയുടെ മകനാണ്. അങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ ബർത്തൽമായി എന്നാണ് കിടക്കുന്നത്. ഈ നഥനയേൽ അങ്ങനെ അവൻ്റെ മനസ്സിലുള്ള വിശ്വാസം, എഴുതിക്കുറിച്ചുന്ന വിശ്വാസം മാറ്റിക്കുറിക്കുകയാണ്. ആർക്കും നന്മ ചെയ്യാം, നമ്മളാരെയും മുൻവിധിയോടെ വിധിക്കരുത് എന്നുള്ള രീതിയിൽ അവന് മാറുകയാണ്, അവൻ്റെ മനസ്സ് മാറുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഇതാണ്, നമ്മൾ ഈ നഥനയേലിൻ്റെ പ്രതിനിധികളാണ്. നമ്മൾ പലരെയും ഇതുപോലെ നേരിട്ടറിയത്തില്ല, ആരെങ്കിലും പറഞ്ഞു കാണും അവൻ വളരെ മോശക്കാരനാണ്, അവൾ വളരെ മോശക്കാരിയാണ്. നമ്മൾ പിന്നെ ആ കേട്ടുകളുടെ അടിസ്ഥാനത്താണ് അവരെ നോക്കുന്നത്. അവൾ മോശക്കാരിയാണ്. നമ്മൾ നേരിട്ടറിയും, നമ്മളോടൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് വിധിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇടവതലങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നൊരു കാര്യമാണ്. ഇടവതലത്തിൽ നമ്മളെ ആത്മീയ നൃത്തം പോലും ചില സമയത്ത് ഇതൊക്കെ വിശ്വസിക്കാറുണ്ട്. ഈ ഇടവതലങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷം അല്ലെ ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരാണെന്നും പറഞ്ഞ് കുറേ ഉപജാപവൃന്ദങ്ങളാണ് അച്ഛന്മാരെയൊക്കെ ചുറ്റിപ്പറ്റി. അവരൊക്കെ ഈ അച്ഛന്മാരോട് പുതിയതായിട്ട് അച്ഛന്മാരൊക്കെ വരും പറഞ്ഞു കൊടുക്കും, അവൾ മോശമാണ്, അവൾക്ക് തെറ്റായ ഒരു ഭൂതകാലമുണ്ട്, നല്ലതല്ലാത്തൊരു ഭൂതകാലം അവൾക്കുണ്ട്, അവന് മോശമാണ്, അവനാണെങ്കിൽ അവളെ കൊണ്ട് കാറിൽ കറങ്ങി നടന്നവരാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചില അച്ഛന്മാരൊക്കെ വിശ്വസിക്കും. എന്നിട്ട് ഈ അച്ഛന്മാരൊക്കെ അവരെയൊക്കെ ഇടതലത്തിൽ അവരെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവരും അല്ല, എല്ലാവരും പിന്നെ അങ്ങനെയാണ് കാണുന്നത്, മോശക്കാരെന്നാണ് കാണുന്നത്. പിന്നീട് എന്തെങ്കിലും സൺഡേ സ്കൂൾ തലത്തിലോ വേറെ ഏതെങ്കിലും ആത്മീയ തലത്തിലോ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ വിശ്വസിച്ച അടിസ്ഥാനത്തിൽ നേരിട്ട് അറിയത്തില്ല, അവരുടെ കഴിവ് അറിയത്തില്ല, അവർ നല്ലവരാണോ മോശമാണെന്ന് അറിയത്തില്ല. ആരോ ഒരാൾ പറഞ്ഞ അവൾ മോശക്കാരനല്ലേ, അവൻ മോശക്കാരാണ്, പിന്നെ അവരെ അങ്ങ് മാറ്റി നിർത്തുക. ഈ ഒരു അനുഭവം നമ്മൾ പറയുന്ന ഇതാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഫിലിപ്പോസിനോട് വന്ന് കാണുമീൻ, എല്ലാവരിലും നന്മയുണ്ട്, കം ആൻഡ് സീ. അവരെ ചെന്ന് നോക്കിക്കണ്ട് അനുഭവിച്ചറിയാതെ നമ്മൾ മുൻവിധിയോടുകൂടി ആരും മോശക്കാരാണെന്ന് പറയാൻ പാടില്ല എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുക. എല്ലാവരിലും നന്മയുണ്ട്. നമ്മളൊക്കെ കരുതും നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം കൂറിയിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നവർ വെള്ളയൊക്കെ ഉടുത്ത് പള്ളിയിൽ പോകുന്നവരാണ് ദാനധർമ്മം നടത്തുന്നവർ, മറ്റവരാരും ദാനധർമ്മം നടത്തില്ല. മദ്യപന്മാർ, ചുങ്കക്കാർ, അവരൊന്നും നല്ലതല്ല. അവരുടെ ഇതനുസരിച്ച് നമ്മൾ മോശമെന്ന് മാറ്റിത്തള്ളും. നമ്മുടെ മനസ്സിൽ കൂറിയിട്ടൊരു വിശ്വാസമാണ്. അതല്ല സത്യത്തിൽ എല്ലാവരും നന്മ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുപോലെ കൂറിയിട്ടൊരു വിശ്വാസമുണ്ട്, പള്ളിയിൽ പോകുന്നവരൊക്കെ ദാനധർമ്മം നടത്തുന്നവരാണ്, എന്തുവേലും കിട്ടും അവരിൽ നിന്ന്, അവർക്കറിയാം. അല്ലെങ്കിൽ മദ്യപിച്ച് അവരൊക്കെ ഒന്നും തരത്തില്ല, അല്ലെങ്കിൽ ചുങ്കക്കാർ അവരൊക്കെ ഒന്നും തരത്തില്ല എന്നൊരു രീതി ആ ഭിക്ഷക്കാരൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ആ ഭിക്ഷക്കാരൻ ഒരു ദിവസം ഒരു ഞായറാഴ്ച പള്ളിയുടെ മുറ്റത്ത് ഇരിക്കുകയാണ്. പള്ളിയുടെ വാതിൽക്കൽ ഒരു സുഹൃത്തും വിരിച്ചിരിക്കുകയാണ്. കുർബാന കഴിഞ്ഞു, അവിടെ നേർച്ചകളും ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് ഓരോരുത്തരും വന്നിട്ട് ഉണ്ണിയപ്പവും കഴിച്ച് താഴോട്ട് വരുന്നു. താഴോട്ട് വന്നു കഴിഞ്ഞ് ഈ ഭിക്ഷക്കാരനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ആരും ഒന്നും കൊടുക്കുന്നില്ല. വലിയ കാറിൽ വന്ന് പോകുന്ന ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ ഈ നേർച്ച കിട്ടിയത് പൊതിയുന്നുണ്ട്. 5 പൈസ ആരും കൊടുക്കുന്നില്ല. ഓരോരുത്തരും ഇറങ്ങി വരുമ്പോഴും അദ്ദേഹം പ്രതീക്ഷയോടെ നോക്കിയ അദ്ദേഹം ഒന്നും കിട്ടിയില്ല. ഏറ്റവും അവസാനത്തെ ആളും പോയി കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടാതെ അയാൾ നിരാശനായി അവിടെ നിന്ന് എഴുന്നേറ്റ് അയാൾ ഇങ്ങനെ വിശന്ന് തള്ളൻ ഇങ്ങനെ കുറേ നടന്നപ്പോൾ
ഒരു ചെറിയ കുടിലിൻ്റെ മുമ്പിൽ അയാൾ തളർന്നങ്ങിരുന്നു. പിന്നെ അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ നടന്ന് അവിടെ അങ്ങനെ ചെറിയൊരു അങ്ങനെ അങ്ങ് ഇരിക്കുമ്പോൾ, ക്ഷീണിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ കുടിലിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. എന്താ വിശക്കുന്നതെന്ന് പറഞ്ഞ് ഉടൻ തന്നെ അയാൾ കപ്പയും മീൻകറിയും ആ കുടിലിൽ നിന്ന് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വേറൊരാൾ ഇറങ്ങി വരുന്നു. അന്നൊരു കപ്പയും ഇറച്ചിയും കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അയാൾ ഭയങ്കര ക്ഷീണമൊക്കെ മാറി സുഭിക്ഷമായി ഭക്ഷിച്ച് എഴുന്നേൽക്കുമ്പോൾ അയാൾ നോക്കി ചെറിയൊരു കുടിലാണ്. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ഒരു വിശ്വാസം മാറ്റിക്കുറിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവമേ, നീ എത്ര വിചിത്രനായ മനുഷ്യനാണ്. നീൻ്റെ അഡ്രസ്സ് ഒരിടത്തും നീ താമസിക്കുന്ന മറ്റൊരിടത്തുമാണല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ കുടിലിനെ നോക്കി, ഓലമേഞ്ഞ ഒരു ചെറിയ കുടിലാണ്, സൈഡിൽ മൊത്തം പലക അടിച്ചിരിക്കുന്നു. അത് എഴുതി വെച്ചിരിക്കുന്നത് കള്ളി ഷാപ്പ് എന്നാണ്. ഒരു കള്ളി ഷാപ്പാണ്. പ്രിയമുള്ളവരെ, ഇത് മദ്യപന്മാരെ പ്രോത്സാഹിപ്പിക്കുകയോ മദ്യം കഴിക്കുന്ന നല്ലതാണെന്ന് പറയുകയല്ല. നമ്മൾ എല്ലാവരിലും നന്മയുണ്ട് എന്നുള്ള കാര്യം പറയാണ്. മദ്യപന്മാരിലായാലും ശരി, ആരിലായാലും നന്മയുണ്ട് എന്നൊരു കാര്യം പറയാണ്. ഈ ഭിക്ഷക്കാരൻ്റെ മനസ്സിൽ കൂറിയിട്ടൊരു വിശ്വാസം, പള്ളി പോകുന്നവരാണ് ദാനം നടത്തുന്നത്. അത് അയാൾ തിരുത്തി കുറിക്കുകയായിരിക്കാം. ഒരുപക്ഷെ തിരുത്തി കുറിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അയാൾ പറയുകയാണ്, അയ്യോ, ഞാൻ ഇതേവരെ മോശക്കാരൻ ചിത്രീകരിച്ചാണല്ലോ എന്നെ സഹായിക്കുന്നത് പറഞ്ഞാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ നമ്മൾ ആരെയും മുൻവിധിയോടുകൂടി ആരെയും മോശക്കാരെന്ന് പറയും. ഇതെല്ലാ ആൾക്കാരിലും നന്മയുണ്ട്. നന്മയുടെ ഒരു ചെറിയ അംശമുണ്ട്. അതുകൊണ്ട് ഫിലിപ്പോസ് നമ്മളോട് പറയുകയാണ്, വന്ന് കാണുന്നു. പോയി കണ്ട് സംസാരിക്കാതെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരെയും വിധിക്കാതെ എല്ലാവരും നന്മയുണ്ട്. ആ നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മളും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.